എല്ലാവർക്കും എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉഴുന്ന് വടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. കൂടുതൽ പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വട ഉണ്ടാക്കുമ്പോൾ, ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷെ അകം സോഫ്റ്റായിട്ട് കിട്ടാറില്ല. അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു ബൗളിലേക്ക് ഒരു 1/2 കിലോ ഉഴുന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. 1/2 കിലോ ഉഴുന്നിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 10-25 ഉഴുന്ന് വട കിട്ടും ഇതിൽ. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മണിക്കൂറൊന്ന് അടച്ച് വെക്കാം. വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നെടുക്കട്ടെ. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്നൊക്കെ കണ്ടല്ലേ, എന്താണ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിൽ, വലിയ ജാറിൽ എടുക്കണ്ട, കുറേശ്ശെ ഇടുക. വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ ഉഴുന്നുവട കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ജാറിലിട്ട് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ. നന്ന പേസ്റ്റ് ആവണമെന്നില്ല, കുറച്ച് തരി ആയാലും പ്രശ്നമില്ല. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഉഴുന്ന് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മളിത് അരച്ചെടുത്തിട്ട് ഉള്ളത്. 2-3 പ്രാവശ്യമായിട്ട് അരച്ചതാണ്. കുറേശ്ശെ ഇട്ടിട്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊന്നും ശരിയാവില്ല, കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യണം. എന്നാലേ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് എത്രത്തോളം ഇതുപോലെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെയ്യുക. ഞാൻ നല്ലോണം ഒരു 10-15 മിനിറ്റ് ശരിക്കൊന്ന് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടല്ലേ, നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് പെർഫെക്റ്റ് ആകണമെന്ന് അറിയണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ ഇടുമ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ശരിക്ക് റെഡിയായിട്ടുണ്ട്. താഴ്ന്നിരിക്കുകയാണെങ്കിൽ ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് അടച്ചു വെക്കുക. ഒരു 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കുക. 1 മണിക്കൂർ വെക്കുന്നതിന് പ്രശ്നമില്ല, കുറച്ച് പുളി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, കരുവേപ്പില, പിന്നെ പച്ചമുളക് എല്ലാം ചെറുതായിട്ട് കുനുവിന് അരിഞ്ഞത്, പിന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്ന പേസ്റ്റ് പൗഡർ ആക്കരുത്. അപ്പോൾ അത് നമ്മൾ ഈ കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ 1 കപ്പ് റവ, ഇതാണ് നമ്മുടെ മെയിൻ ഒരു ഐറ്റം. 1 കപ്പ് റവ ഇതിലേക്ക് ഇടുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ശരിക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടി നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും. നമ്മുടെ ഭാവന റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നില്ലേ, അതുപോലുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക. ഇനി നമുക്കിത് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇടുക. അത് ഞാൻ എടുക്കുന്ന രീതി ഒന്ന് കാണിക്കും. വീഡിയോ എടുക്കാൻ മറന്നുപോയി, നിങ്ങൾക്കറിയാമല്ലോ. ഫുൾ നല്ല തീയിൽ ഇട്ടതിന് ശേഷം 3 ഇടണ്ടോ. ഒരുപാട് ഇട്ടാൽ പിന്നെ അങ്ങ് തിക്ക് ഇതായിപ്പോവും. അപ്പോൾ നല്ല വിശാലമായിട്ടൊരു സ്ഥലം വേണം. ഫുൾ തീയിലിട്ടതിന് ശേഷം, പിന്നെ ഇട്ടതിന് ശേഷം കുറച്ച് തീ ഒന്ന് കുറക്കും. ഒരു നന്ന ലോ ആക്കരുത്, ഒരു മീഡിയം ഇതെല്ലാം ഇട്ട് പിന്നെ തിരിച്ചും മറിച്ചുവിടാം. ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചുവിടാം, ഗോൾഡൻ കളർ ആകുന്നത് വരെ. തീ ഹൈലാക്കരുത്. നമ്മൾ ഇടുമ്പം മാത്രം ഹൈലാക്കുക, പിന്നെ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് വട ഇതാ റെഡി ആയിട്ടുണ്ട്. കളർ തന്നെ കാണുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ട്. സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.